ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വരുണ് അവിടെ നിന്ന് ഫോൺ ചെയ്യാട്ടോ ചെയ്യുന്നത്. മാനസ അരുണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ പറയുന്നുണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട്, എന്താ വേണ്ടത് ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. കാണണമെന്നോ? എവിടെ നിന്ന് വെച്ചിട്ടാണ് കാണേണ്ടത്? എനിക്കാണെങ്കിൽ തീരെ വയ്യ. എന്നെയാണെങ്കിലോ ആ കൺമണി അവളുടെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയെന്ന് പറയുന്നു. അതെന്തു പറ്റി? ഇപ്പം അവളുടെ വീടല്ലേ, അതുകൊണ്ട്. പിന്നെ എൻ്റെ സ്വർണവും അതുപോലെ പണവും തിരിച്ചു തന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ഇനി ഓപ്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് പോരേണ്ടി വന്നു എന്ന് പറയുന്നു കേട്ടോ. ഇപ്പം ഞാൻ അനിരുദ്ധൻ സാറിനെ കാണാനായിട്ട് പോവുകയാണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിലാണ് ഉള്ളത്, സിറ്റി ഹോസ്പിറ്റൽ. ഞാൻ അവിടെ തന്നെയാണല്ലോ ഉള്ളത്. അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേനും കൃഷിൻ്റെ അച്ഛൻ സാഗർ സാറിന് തീരെ വയ്യ, അയാളും ഇവിടെ തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കാണാം, ഞാൻ അങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നീട് കൺമണിയാണെങ്കിലോ കൃഷിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നെങ്കിലും ആ ഒരു രഹസ്യം തുറന്നു പറയണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ, കൺമണി കുറേ നേരമായോ നീ വന്നിട്ടെന്ന് ചോദിക്കുമ്പോൾ, സർ അത് കുഴപ്പമില്ല. എന്താ കൺമണിക്ക് പറയാനുള്ളതെന്ന് പറയുന്നു. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സാഗർ സാറിനെ കുറിച്ചാണ്. അത് സാറ് ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്തു പറ്റി? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ബലരാമൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്കെപ്പോഴും അവിടെ ഒരു കണ്ണ് വേണം. അവൻ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. ഒരിക്കലും ചെയ്യില്ല, ചെയ്താൽ ഇന്ന് അവൻ്റെ അവസാനമാണ്. അങ്ങനെ ഞാൻ അവനെ, എൻ്റെ അച്ഛനെ കൊല്ലാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗർ സാറിനെ കുറിച്ച് സാറ് വിഷമിക്കേണ്ട, മാത്രമല്ല ബലരാമൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുന്നു. അത് കൺമണിക്ക് തോന്നുന്നതാണ്, അവനൊരു ഫ്രോഡാണെന്ന് എനിക്കറിയാം, ഞാൻ ജയിലിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി കൺമണിയോട് എനിക്ക് ചോദിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ആ ഒരു ബലരാമൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, ഭാഗ്യശ്രീ, അവളാണല്ലോ എന്നെ ജാമ്യത്തിലിറക്കിയത്. അവളും വേറൊരു സ്ത്രീയും കൂടി ദേവജിയെ കാണാനായിട്ട് അലിഗയിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന് മാനസ പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഒന്ന് പറയുമോ കൺമണി ചോദിക്കുമ്പോഴത്തേനും. അതിന് വ്യക്തമായൊരു കാരണമുണ്ട് സർ. ഒരു പക്ഷേ ദേവ് സാറിനെ കാണാനല്ല അവർ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നെ ആരെ കാണാനാണ്? അത് സാഗർ സാറിനെ കാണാനാണെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കൺമണി, എന്തിനാണ് അച്ഛനെ അവർ കാണേണ്ട ആവശ്യം, അല്ലെങ്കിൽ അലിഗയിൽ വരേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാം, ക്ഷമയോട് കൂടി തന്നെ സാർ അത് കേൾക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നു. എന്താ നീ ഒന്ന് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ബലരാമൻ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും, അതായത് സുമിത്രയുടെയും ബാലുവിൻ്റെയും സ്വന്തം മകനല്ല എന്ന് പറയുന്നു. നല്ല തമാശയാണ് കേട്ടോ കൺമണി ഈ പറയുന്നത്. നീ എന്താ വേറൊരു നാടകം ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ബലരാമനെ ഒരു ചാവേറിനെ പോലെ വളർത്തി വലുതാക്കിയതാണ്. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, സ്വന്തം അച്ഛനും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ട്. സ്വന്തം അച്ഛനും അമ്മയെ കൊല്ലാനായിട്ടോ? എന്തൊക്കെയാണ് പറയുന്നത്? സാറിന് എന്നെ വിശ്വാസമല്ലേ, അതുകൊണ്ട് തന്നെ സാർ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, സ്വന്തം അച്ഛനും അമ്മയും കൊല്ലാനായിട്ട് അവർ വളർത്തിയതോ? മനസ്സിലാവുന്ന രീതിയിൽ പറയൂ കൺമണി എന്ന് പറയുമ്പോൾ, ബലരാമൻ്റെ മറ്റാരെങ്കിലും ഉണ്ടോ? പിന്നെ ആ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയാണ് ബലരാമനെ നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ, അത് പ്രസവിച്ച ഉടനെ തന്നെ സുമിത്രയും ബാലും കൂടി ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി മരിച്ചു പോയെന്നാണ്. ആ പാവങ്ങൾ അത് വിശ്വസിച്ച് ജീവിച്ചു എന്ന് പറയുന്നു. പാവങ്ങളാണല്ലോ. അവർക്ക് വേറെ മക്കളുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ കൺമണി? ഉണ്ടായിട്ടുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂത്ത മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കാര്യം ആ പാവ അച്ഛനും അമ്മയും അറിയില്ല. ഇപ്പോൾ അവരെ കൊല്ലാൻ തന്നെ അവനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേന്, നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും നിൻ്റെ അടുത്ത ബന്ധുക്കളാണെന്നുള്ളതാണ്, നിന്നെ പരിചയമുള്ള ആൾക്കാരാണെന്നുള്ളത്. തുറന്നു പറയൂ കൺമണി, എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേനും, ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് സാർ വിശ്വസിക്കണം. ആ ഒരു കുട്ടി ബലരാമനാണെന്ന് പറയുന്നു. ബലരാമൻ ആരാണെന്നാണ് സാർ വിചാരിച്ചിരിക്കുന്നത്? അത് സാറിൻ്റെ സ്വന്തം ഏട്ടനാണ്. അതുപോലെ സുജാത മേഡത്തിനും സാഗർ സാറിനും ഉണ്ടായ ആദ്യത്തെ മകനാണെന്ന് പറയുന്നു. കൺമണി, എന്തൊക്കെയാണ് പറയുന്നത്? സത്യമാണ് സാർ. ഞാൻ സാർ കെട്ടിയ താലി എനിക്ക് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. സാഗർ സാറിൻ്റെ മൂത്ത മകനാണ് ബലരാമൻ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൃഷ്ണ ആകെ സങ്കടം വരുന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഒക്കെ ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ. കൺമണി, ഇത് സത്യമാണെങ്കിൽ നീ എങ്ങനെ ഇത് മനസ്സിലാക്കി? അതായത് ദേവ് സാറിനെ കാണാനായിട്ട് അതായത് ആ ഒരു ലാലി പറഞ്ഞ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ബലരാമനെ എടുത്തു മാറ്റിയത് അവർ തന്നെയാണ്. അവർ കൈയോടുകൂടി പൊക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്നെ കൂടാതെ ദേവജിക്കും മഹിസാറിന് എല്ലാവർക്കും ഈ കാര്യം അറിയാം എന്ന് പറഞ്ഞ് സാറിന് ഇത് അറിയിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഭാഗ്യശ്രീ വന്നത് ദേവജിയെ കാണാനല്ല, സാഗർ സാറിനെ കാണാനാണ്, മുന്നറിയിപ്പ് കൊടുക്കാൻ എന്ന രീതിയിലൊക്കെ
ഇത് സത്യമാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ കൺമണി, നീ ഇതെൻ്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കലും തന്നെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൺമണി അടുത്ത് നിന്ന് പോകുന്നു കേട്ടോ, ആകെ ടെൻഷനായിട്ട്. പിന്നെ അരുന്ധതിനെയും അതുപോലെ തന്നെ വരുണിനെയും കാണിക്കുന്നുണ്ട്. നമ്മൾ നമ്മൾ തമ്മിൽ നല്ല പൊരുത്താണ് സർ, കാരണം 9-ൽ 9 പൊരുത്തം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവസ്ഥ. നോക്ക്, കൈ ഒടിയുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ഒടിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്, അവൾ കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും മാനസ വരുന്നു കേട്ടോ. ഇതാ വരുന്നു അടുത്ത ദുഃഖക്കാരി, എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും ആകെ പ്രശ്നത്തിലാണ്. കൃഷി കൺമണിയും കൂടി ഒരുമിച്ചാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ പൊറുതിയൊക്കെ ഞാൻ മാറ്റിക്കൊടുക്കാം. ഞാൻ വിചാരിക്കുകയാണ്, അതായത് കൃഷി കൺമണിയെ കല്യാണം കഴിച്ച കാര്യം എല്ലാവരോടും വെട്ടി തുറന്ന് പറഞ്ഞാലോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുമെന്ന് പറയുന്നു. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് വരുണെ വേണ്ടത്. അവരുടെ ഇപ്പോൾ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെ തന്നെയാണ് അവരുടെ ജീവിതം. അതെന്തായാലും കുളമാക്കണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ മാനസ് പറയുന്നുണ്ട്, അയ്യോ അതിപ്പോൾ ചെയ്യണ്ട, അത് സമയമാവട്ടെ, അതിന് ശേഷം തന്നെ പറയാം, ഇപ്പോൾ ഒന്നും പറയണ്ട, ഒന്ന് ക്ഷമയോടുകൂടി നിൽക്ക്, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോകും. എന്തായാലും കൃഷ്ണനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വരുണും കൺമണി വിട്ടുകൊടുക്കരുത്. ഈ പ്രശ്നം അറിഞ്ഞാൽ എല്ലാവരും കൂടി അവരെ ഒരുമിപ്പിക്കാനേ നോക്കുകയുള്ളൂ, എന്തൊക്കെ പ്രശ്നം വന്നാലും. അതുകൊണ്ട് ഇത് ആരോടും പറയാതിരിക്കുകയായിരിക്കും നമുക്ക് ഭേദം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി മഹിയോടും അതുപോലെ കൺമണിയോടും നല്ല പോലെ ദേഷ്യം പെടുന്നുണ്ട്. മഹിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കാര്യം നീ അറിഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പോലും മഹി നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. കൃഷി നീ അറിഞ്ഞ ആകെ പ്രശ്നവും പറഞ്ഞിട്ടാണ്, എനിക്കൊന്നും തന്നെ കേൾക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു ഏട്ടനില്ല, എനിക്ക് ബലരാമൻ എൻ്റെ ചോരയിൽ പറഞ്ഞ എൻ്റെ ഏട്ടനല്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനമ്മയുടെ മൂത്ത മകനെയല്ല അവനെ എനിക്ക് കാണുക വേണ്ട, എൻ്റെ അച്ഛനെ അവൻ അപായപ്പെടുത്താൻ നോക്കിയവനെ എനിക്ക് കാണുക വേണ്ട, അവൻ ഇനിയും എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് ശ്രമിക്കും, ഞാൻ കാവൽ നിൽക്കും. എൻ്റെ അച്ഛനും അമ്മയും ഈ രഹസ്യം ഒരിക്കലും അറിയാനായിട്ട് പാടില്ല, ഇത് നമ്മളറിഞ്ഞു, ഇതോടുകൂടി ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്, ഇനി ആരും ഇത് കുത്തിപ്പൊക്കാൻ നോക്കണ്ട എന്ന് പറയുന്നു. മഹി, നീ ഒരാളോട് ഇത് പുറത്ത് പറയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മഹിപാൽ പറയുന്നത്, ഞാൻ ആരോടും പറയുന്നില്ല. കൺമണി, നിന്നോടും കൂടിയാണ് പറഞ്ഞത്, മര്യാദയ്ക്ക് നിൽക്കണം, ഈ രഹസ്യം പരസ്യമാക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. കൺമണിയെ ഒന്ന് ശാസിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ ആകെ ദേഷ്യം വരികയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ആകെ എന്തൊക്കെയോ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കൃഷി. പിന്നീട് കാണിക്കുന്നത് ബലരാമനാണ്. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് സാഗറിനെയും സുജുവിനെയും കേട്ടോ. താൻ കാണാൻ ആഗ്രഹിച്ച 2 പേരാണ് കേട്ടോ അവർ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെന്ന് വിളിക്കുമ്പോഴത്തേനും ആ ഒരു അച്ഛൻ്റെയും അമ്മേൻ്റെയും മനസ്സ് അറിയാതെ ഒരുക്കി പോകുന്നുണ്ട്. സുജുവിന് മോനെന്ന് വിളിക്കണമെന്നുണ്ട് മനസ്സുകൊണ്ട്, അവരത് വിളിച്ചു കഴിഞ്ഞ പോലെയാണ്. അതിനുശേഷം തന്നെ നിങ്ങളെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് വിചാരിച്ചു. അച്ഛൻ എന്നെ ജയിലിൽ കാണാൻ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ അച്ഛനെയും അമ്മേനെയും കണ്ട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ കൺമുന്നിൽ വന്ന് നിന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ നിവർത്തിക്കേടാണ് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്, നീ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് സാഗർ പറയുന്നുണ്ട്. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അച്ഛനും അമ്മയ്ക്ക് ഇനിയൊരു ദോഷം ഉണ്ടാകാൻ ഞാൻ നിൽക്കില്ല, എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന പോലെ മാപ്പ് പറയുന്നു കേട്ടോ ബലരാമൻ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് കാണാം.